രാമോഹൻ. ഹലോ സർ. സാറെന്താ ഇവിടെ? നിങ്ങളെ കാണാൻ തന്നെ. എന്താ സാർ വിശേഷിച്ച്? ഒരു ഇൻഫർമേഷന് വേണ്ടിയാണ്. ഡു യു നോ വൺ മുരുകൻ? മുരുകനോ? യെസ്, മുരുകൻ. ആ, മുരുകൻ അറിയാലോ. എങ്ങനെ അറിയാം? ഞങ്ങളുടെ കമ്പനി ആവശ്യത്തിന് വേണ്ടി ഒരു കോളനി ഒഴിപ്പിക്കലിന്റെ ഭാഗമായി അവന്റെ ഹെൽപ്പ് തേടിയിരുന്നു മുമ്പ്. ഓ, അപ്പോ അവനൊരു ക്രിമിനലാണ് അല്ലേ? ഐ മീൻ വാടക ഗുണ്ട. അത്യാവശ്യം കൂലിത്തല്ലിനൊക്കെ പോകാറുണ്ടെന്ന് തോന്നുന്നു. എന്താ സാർ അവനെപ്പറ്റി ഇപ്പോൾ അന്വേഷിക്കാൻ? ആ നഴ്സിംഗ് ഹോം സംഭവത്തിലെ പ്രധാന പ്രതി അവനാണ്. റിയലി? യെസ്. എടാ ഭയങ്കര. 3 പേരെ കൊലപ്പെടുത്തുകയും എന്റെ അനിയത്തിയുടെ നഴ്സിംഗ് ഹോം തകർക്കുകയും ചെയ്ത അവനാണെങ്കിൽ ആ റാസ്കലിനെ വെറുതെ വിടരുത് സാർ. അവന്റെ പുറകെയാണ് ഞങ്ങൾ. എവിടെയോ ഒളിച്ചിരിക്കുകയാണ്. പിന്നെ അവനെപ്പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഉടനെ അറിയിക്കണം കേട്ടോ. ആ മൊമെന്റിൽ തന്നെ എന്റെ കോൾ സാറിന് വന്നിരിക്കും. ബൈ ദ ബൈ, ആ കോളിനെ ഒഴിപ്പിക്കലിന് ശേഷം രാംമോഹൻ അവനെ കണ്ടിട്ടില്ല? ഇല്ല സാർ. അങ്ങനെ കണ്ടും ബന്ധം പുതുക്കിയിരിക്കാൻ പറ്റിയ വർഗമല്ലല്ലോ സാർ. ഡോക്ടർ രേഖയുടെ നഴ്സിംഗ് ഹോമിൽ വെച്ചും കണ്ടിട്ടില്ല? ഇല്ല. എന്താ സാർ അങ്ങനെ എടുത്തു ചോദിച്ചത്? അല്ല, നഴ്സിംഗ് ഹോമിൽ അവൻ കുറച്ചു കാലം ഭ്രാന്ത് അഭിനയിച്ച് കഴിഞ്ഞിരുന്നു. ഓക്കെ മിസ്റ്റർ രാംമോഹൻ, വീണ്ടും കാണാം. വണ്ടി കാണുന്നില്ലല്ലോ. ഷിറ്റ്. താൻ ഒരു കാര്യം ചെയ്യും, വണ്ടി തിരിച്ചുവിടും. ആ, നീയായിരുന്നു. വാ. നീ അയാളെ കണ്ടോ? കണ്ടു. കാശ് വല്ലതും തന്നു കിട്ടോ? ആ. എത്ര ഉണ്ടറാ? 5. 5 വെച്ചാ? 5 വെച്ചാ 5000. എന്നാ പിടി. ഇതുകൊണ്ട് എന്താവാനാ? നല്ല പാർട്ടിയാണല്ലോ അയാള്. 25 ചോദിച്ചാൽ 5 തരും.
ഒരുമാതിരി നക്കാപ്പിച്ച ഇടപാട്. എനിക്കിത് പോരാ. നിനക്ക് പിന്നെ എത്ര വേണം? പറഞ്ഞില്ലേ, 25, 25,000. 25,000? ആ, അതേത് വകുപ്പിലാ? രാം സാർ പറഞ്ഞ പണി നീ ചെയ്തില്ല. എന്നിട്ടും തരാമെന്ന് പറഞ്ഞ കാശ് നിനക്ക് തീർത്തു തന്നില്ലേ? ഇപ്പൊ നീ പറ്റുന്നത് അധികം പറ്റാ. അത് അങ്ങേരുടെ ഔദാര്യം കൊണ്ട് തരുന്നതാ. അപ്പോ നീ അതിനപ്പുറത്ത് പറഞ്ഞ അതിന്റെ പേര് വേറെയാ. ഓഹോ, എങ്കിൽ ആ പേരെന്ന് പറഞ്ഞാട്ടെ. എടാ, നമ്മൾ കൂലിത്തല്ലുകാരാ. പക്ഷെ കൂലിത്തല്ലിലും ഒരു വ്യവസ്ഥ വേണം. നിനക്കെന്താടാ അയാളോടൊരു പ്രേമം? സ്വന്തം പെങ്ങളെ ചതിച്ചോനല്ലേ അയാള്. അപ്പോ അങ്ങനെ ഒരുത്തനോട് ഒരു ദാക്ഷിണ്യവും വേണ്ട. കിട്ടാവുന്നിടത്തോളം ഞാൻ വാങ്ങിച്ചെടുക്കും. ഇല്ലെങ്കിൽ അയാളെ ഞാൻ കൊടുക്കും. 3.5 തരം കുടുക്കിയിരിക്കും. മുരുകനാ പറയുന്നത്. മുരുക വേണ്ട. കളിച്ച് കളിച്ച് കൈവിട്ട കളിയാവരുത്. അതോടെ നിന്റെ കളി തീരും. തീർക്കും ഞങ്ങള്. ഓഹോ, എന്നാ പിന്നെ അത് കഴിഞ്ഞ് മതി ബാക്കി കാര്യം. തീർക്കണം, തീർക്കണം, തീർക്കണം. മുരുകനെ തീർക്കണാ നീ. മുരുകനെ തീർക്കാൻ നീ നിന്റെ മറ്റേനും ഒന്നുകൂടെ ജനിക്കണം. ചെന്ന് പറയാ സാറിനോട്. പോടാ. വിലക്കെടുത്തവൻ തന്നെ ഭീഷണി മുഴക്കി മുന്നിൽ നിൽക്കുന്നു. ബ്ലാക്ക്മെയിൽ ചെയ്യുക അവന്റെ ഉദ്ദേശം. പക്ഷെ അവൻ വിശ്വസ്തനായിരുന്നല്ലോ. ആ വിശ്വാസത്തിലാ അവനെ തന്നെ ഇക്കാര്യം ഏൽപ്പിച്ചത്. പക്ഷേ കണക്കുകൂട്ടൽ പിഴച്ചുപോടാ. ഈ കൃത്യം നടത്തിയതിന്റെ പേരിൽ ഇതുവരെ അവന് സ്വപ്നം കാണാൻ പറ്റാത്ത തുകയാ ഞാൻ എണ്ണിക്കൊടുത്തത്. ബാധ്യത തീർത്തപ്പോ അവൻ വീണ്ടും വിലപേശുന്നു. ഇപ്പൊ ആവശ്യപ്പെട്ടത് 25,000. അവന്റെ കണ്ണിൽ അതൊരു ചെറിയ തുകയാ. ആ ചെറിയ തുക നാളെ 50 ആവും. പിന്നെ ലക്ഷങ്ങള്. പന്തിപ്പോ അവന്റെ കൂട്ടിലായതുകൊണ്ട്. അതെ, അവൻ കളിക്കുമ്പോ നമ്മൾ കാഴ്ചക്കാരായി നോക്കി നിൽക്കുമെന്നാണോ അവൻ കരുതിയത്? ഇങ്ങനെ വിശ്വാസവഞ്ചന കാണിക്കുന്നവൻ എന്ത് ചെയ്യണം? മരണമല്ലേ അവന് വിധിക്കേണ്ട ശിക്ഷ? തീർച്ചയായും അതവന് കൊടുക്കണം. അതിനൊരു നല്ല ദിവസം നിശ്ചയിക്കണം. രാഹുകാലവും ഗുളിയനും ഒക്കെ നോക്കി ശാന്തമായൊരു അന്ത്യം. അതോടെ തെളിവുകളുടെ വാതിലെല്ലാം അടയും. കുഞ്ഞോ? യമുനയില്ലേ? ഉണ്ട്, മേളിലാ. ഡാനിയൽ സാറും ഉണ്ട്. കുഞ്ഞിരിക്കെ, ഞാൻ വിളിക്കാം. ആ, നമസ്കാരം സർ. ഇരിക്കെ. കുറച്ചു ദിവസം ആയല്ലോ തന്നെ കണ്ടിട്ട്. എന്തൊക്കെയാടോ വിശേഷങ്ങൾ? വിശേഷങ്ങൾ ഇവിടെ അല്ലേ, അതറിയാനാ ഞാൻ വന്നേ. എന്ത് വിശേഷം? അല്ല, പുതിയ പടം എന്നത്തേക്കാണ് സർ പടം പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഉടനെ ഉണ്ടാവും. ശരിക്കു പറഞ്ഞാൽ അതൊരു സിനിമയായിരിക്കില്ല, നാടകമായിരിക്കും. നാടകോ? യെസ്, അന്തർനാടകം. എനിക്ക് മനസ്സിലായില്ല. ശരിക്കൊന്ന് ആലോചിച്ചാൽ ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് തനിക്ക് മനസ്സിലാവും. ഏതായാലും പുതിയ പടത്തിലും ഇവളുണ്ടാവും. പക്ഷേ ലീഡിംഗ് റോൾ ഇത്തവണ 2 പേരാണ് ചെയ്യുക. ഇവളും മറ്റൊരുവളും. ഇരട്ട നായികമാർ.
എന്താ നന്നായിരിക്കില്ലേ? ഏ അതൊരു പുതുമയായിരിക്കും. പക്ഷേ യമുനയുള്ളപ്പോ വേറൊരു നായികയുടെ ആവശ്യമുണ്ട് സാർ. ഉണ്ടടോ, കഥ അങ്ങനെ ആയിപ്പോയി. പിന്നെ ഞാൻ എന്ത് ചെയ്യും? കഥ അങ്ങനെ ആവാനൊരു കാരണവുമുണ്ട്. അത് ഇവൾക്കറിയാം. പക്ഷേ ഡാനിയൽ ഈസ് നോട്ട് അറ്റ് ഓൾ എ ഫുൾ. എല്ലാം ഡാനിയൽ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. നിങ്ങൾ സംസാരിക്ക്, നമുക്ക് പിന്നെ കാണാം. സാറിപ്പോ പറഞ്ഞിട്ട് പോയതിന്റെ പൊരുൾ മോക്ക് പിടികിട്ടിയോ? അന്നാമ്മ ചേർത്തിയെ ഉദ്ദേശിച്ചായിരുന്നു ആ വർത്തമാനം. അന്നാമ്മ ചേച്ചിയോ? അതാരാ യമുന ഈ അന്നാമ്മ ചേച്ചി? അങ്ങനെ ഒരാളുണ്ട്. ആണോ? മോനെ, ഈ രാമേട്ടനോട് കളി വേണ്ട. നിനക്കും അറിയാം അവരെ. നീ എന്ന് പിറന്നാൾ സമ്മാനം കൊണ്ടുപോയതൊന്നും ഞാൻ അറിഞ്ഞില്ലെന്ന് കരുതരുത്. മോളോട് ഞാൻ മുമ്പേ തന്നെ പറഞ്ഞതാ ഒന്നും വേണ്ടെന്ന്. കേട്ടില്ലല്ലോ. ഇനി എന്തൊക്കെ ഉണ്ടാവുന്ന ദൈവത്തിനെ അറിയൂ. പ്രശ്നം യമുനെ? ആയെന്ന് തോന്നുന്നേ. ഇനി ഉള്ളിലുള്ളത് തുറന്നു പറയുന്നവരെ വല്ലാത്ത ടെൻഷനാ. ഛേ, ഒരു കാര്യം ഷുവറാ, ഡാനിയൽ സാർ ഹൈലി ഇറിറ്റേറ്റഡാ. ഈ പ്രശ്നം ഒന്ന് സോൾവ് ചെയ്യണമല്ലോ വിശാൽ. ഒരു വഴി പറഞ്ഞതാ. ഞാനെന്ത് എന്താ വിശാൽ, എന്തെങ്കിലും പോംവഴി തോന്നുന്നുണ്ടോ? ഇല്ല. സത്യത്തിൽ മനസ്സിൽ വേറൊരു വലിയൊരു പ്രശ്നം കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പൊ ഇവിടെ ഇങ്ങനെയും. എന്താ വിശാൽ, എന്തുണ്ടായി? നമുക്ക് രണ്ടുപേർക്കും വളരെ വേണ്ടപ്പെട്ട ഒരാളുടെ കാര്യമാണ്, പ്രസാദ് സാറിന്റെ കാര്യം. പ്രസാദേട്ടൻ? എന്തു പറ്റി പ്രസാദേട്ടന്? കുറെ നാളായി സാറിന്റെ വിവരമൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല. പക്ഷേ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു കുറ്റബോധം. ആ തകർച്ചയ്ക്ക് ഞാനൊരു കാരണമായിരുന്നല്ലോ എന്ന് ഓർക്കുമ്പോ. ഒന്ന് തെളിച്ചു പറയ് വിശാൽ. അന്ന് തന്റെ വീട്ടിലുണ്ടായ സംഭവത്തിന് ശേഷം, കൃത്യമായി പറഞ്ഞ സുമിത്രേച്ചി ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നറിഞ്ഞപ്പോ പ്രസാദ് സാറിന്റെ മാനസിക നില ആകെ തരാറിലായി. കുറച്ചു കാലം സാറ് ഭ്രാന്താശുപത്രിയിലായിരുന്നു. ഭ്രാന്താശുപത്രിയിലോ? എന്നിട്ട്? ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ചികിത്സ ശരിയാവാത്തതുകൊണ്ട് മറ്റൊരു നഴ്സിംഗ് ഹോമിലേക്ക് പോയി. അവിടെയും കുറച്ച് നാൾ. ഡിസ്ചാർജ് ഡേറ്റ് എടുത്തപ്പോഴായിരുന്നു അടുത്ത ദുരന്തം. ആരോ മനഃപൂർവ്വം വരുത്തിവെച്ച ഭക്ഷ്യവിഷബാധയിൽ പല രോഗികൾക്കൊപ്പം പ്രസാദ് സാർ ഹോസ്പിറ്റലായി. എന്നിട്ട്? ഒരല്പം ഭാഗ്യം അവശേഷിച്ചിരുന്നുകൊണ്ടാവാം സാറ് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇപ്പൊ അസുഖം ഭേദമായി സ്വന്തം വീട്ടിലാ. ഒക്കെ ശാന്തമായെന്ന് കരുതിയിരിക്കുമ്പോഴാ തന്റെ ചേച്ചി പുതിയൊരു വിവാഹത്തിന് സമ്മതിച്ച വാർത്ത പ്രസാദ് സാർ അറിയുന്നത്. പുതിയ വിവാഹോ? ആരുമായിട്ട്? അത് യമുനയ്ക്ക് അറിയാളെ. സുമിത്രേച്ചിയെ വിവാഹം ചെയ്യാൻ പോകുന്നത് ദിലീപാ. ഓ, അത് ശരി. ഒടുവിൽ ചേച്ചി ആഗ്രഹിച്ചത് നേടി. ബുദ്ധിമതി എന്റെ ചേച്ചി. പാവം പ്രസാദ് സാർ. ആ മനുഷ്യന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരാൾക്ക് ജീവിതത്തിൽ ദുരന്തങ്ങളാവാം, പക്ഷെ ഇത്ര ക്രൂരമാവാൻ പാടില്ല. ഈശ്വര, ഞാൻ അറിഞ്ഞില്ല. ഞാനൊന്നും അറിഞ്ഞില്ല വിശാൽ. പ്രസാദ് സാറിനെയും സുമിത്രേച്ചി ഒന്നിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അതിനുള്ള മാർഗം എന്താണെന്ന് പിടിയില്ല. ആലോചിക്കാം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. വിവരങ്ങൾ അറിഞ്ഞപ്പോൾ യമുനെ അറിയിക്കണം തോന്നി, അതാ വന്നേ. ശരി. പിന്നെ ഡാനിയൽ സാർ പറഞ്ഞ ഓർത്ത് താൻ ടെൻഷൻ ആവണ്ട. അത് പരിഹരിക്കാം. നമുക്കൊരു വഴി കണ്ടെത്താന്നേ.